ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിയാൽന റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ സർപ്രൈസ് ആയിട്ടിരിക്കുമായിരിക്കും. മറ്റൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് ഏറെക്കുറെ കുറേ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. എങ്ങനെയുള്ള സ്ഥലം വാങ്ങണം, അല്ലെങ്കിൽ എപ്രകാരമായിരിക്കും അതിൻ്റെ രേഖകൾ, അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാനൊരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം ഒരാൾ ഒരു സ്ഥലം വാങ്ങാൻ പോയി, ഒരു പ്ലോട്ട് തിരിച്ചിട്ട് ഒരു സ്ഥലമാണ് അവർ വാങ്ങാൻ ഉദ്ദേശിച്ചത്. അവരത് വാങ്ങുകയും ചെയ്തു. പിന്നീട് അവർക്ക് അവിടെ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് അവർ ബിൽഡിംഗ് പെർമിഷന് വേണ്ടി വില്ലേജ് ഓഫീസിലേക്ക് പോയപ്പോൾ അത് അവർക്ക് കിട്ടിയുണ്ടായില്ല. അപ്പോൾ അവർ അവരുടെ രേഖകളെല്ലാം പരിശോധിച്ച് ആധാരം കറക്റ്റാണ്, മുന്നാധാരം കറക്റ്റാണ്, എല്ലാത്തിനകത്തും കറക്റ്റായിട്ടുള്ള രേഖകളൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് ബിൽഡിംഗ് പെർമിഷൻ കിട്ടിയില്ല? അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കും, കാരണം എന്താണ്? മറ്റൊന്നുമല്ല, നമ്മൾ ബിൽഡിംഗ് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആധാരം, മുന്നാധാരം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് രേഖകളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രാധാന്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് BTR. BTRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബേസിക് ടാക്സ് രജിസ്റ്റർ, അതായത് അടിസ്ഥാന ഭൂനികുതി രേഖ. ഇനി ആ സ്ഥലം വാങ്ങിച്ച വ്യക്തിക്ക് എന്തുകൊണ്ടാണ് അവിടെ വീട് പണിയാൻ പറ്റാഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം BTRൽ അത് പാടമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സർക്കാർ നമ്മുടെ സ്ഥലങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: പുരയിടം, തോട്ടം, നിലം അഥവാ പാടം. ഇതിൽ പുരയിടത്തും തോട്ടത്തിലും നമുക്ക് സ്ഥലം, അതായത് ബിൽഡിംഗ് ഒക്കെ പണിയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പാടം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നിടത്ത് ബിൽഡിംഗ് പണിയാനുള്ള പെർമിഷൻ സർക്കാർ കൊടുക്കുക ഇല്ല. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറ്റിയ അമളി എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പ്രധാനമായും നമ്മൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട പ്രധാന രേഖ എന്ന് പറയുന്നത് BTR ആണ്. അപ്പം എല്ലാവർക്കും ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പാടങ്ങൾ നികത്തി വീട് വെക്കാറില്ലേ, അല്ലെങ്കിൽ നാഷണൽ ഹൈവേസിനടുത്തുള്ള പാടങ്ങളിൽ ഒരുപാട് ബിൽഡിങ്സുകളൊക്കെ ഉണ്ടല്ലോ എന്ന്. നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡൗട്ട് തന്നെയാണ് അത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പാടങ്ങളിൽ വീട് വെക്കണമെങ്കിൽ, അതായത് നികത്തി നമുക്ക് വീട് പണിയണമെങ്കിൽ ഇതിന് പെർമിഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. ഇപ്പോൾ സർക്കാരിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെർമിഷൻ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അപ്പോൾ ഇതിന് ഫുൾ തീരുമാനം എടുക്കുന്നത് സർക്കാരാണ്. ഇനി ഇപ്പോൾ BTRൽ പാടം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ദോഷം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ബിൽഡിംഗ് പെർമിഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല, ഏറെക്കുറെ കിട്ടാൻ സാധ്യതയില്ലെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ പുതിയൊരു റൂൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പൈസയുടെ, അതായത് വിലയുടെ 30% നമ്മൾ ഗവൺമെൻറ്റിന് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിംഗ് പെർമിഷൻ കിട്ടും എന്നൊരു പുതിയ റൂളും കൂടെ എത്തിയിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ടുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു സ്ഥലം ബാങ്കിൽ വെച്ച് ലോൺ എടുക്കാൻ പോയാൽ അതിൽ BTRൽ പാടം എന്നാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട പൈസയുടെ നേർപകുതിയായിട്ട് ഇത് കുറയും. അതായത് നമുക്ക് തുച്ഛമായ ഒരു പണമേ ബാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ അവിടെ ഒരു വീട് പണിയുക തന്നെ ചെയ്തു എങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി കണക്ഷൻ ആവശ്യമാണല്ലോ. അപ്പം ഡൊമസ്റ്റിക് കണക്ഷനോ ഇൻഡസ്ട്രിയൽ കണക്ഷനോ അവിടെ നമുക്ക് കിട്ടത്തില്ല. കൃഷിക്ക് ആവശ്യമായ അഗ്രികൾച്ചറായിട്ടുള്ള ഒരു കണക്ഷൻ മാത്രമേ നമുക്കവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് തോന്നുന്നൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് BTR പരിശോധിക്കേണ്ടതെന്ന്. നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ കൊടുത്തതിന് ശേഷം 283 രൂപ ഫീസും കൂടി അടയ്ക്കുമ്പോൾ നമുക്ക് വില്ലേജ് ഓഫീസർ ഒപ്പിട്ട ഒരു BTR സ്റ്റാറ്റസ് ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്ക് പരിശോധിക്കാൻ സാധിക്കും നമ്മുടെ സ്ഥലം പുരയിടമാണോ അതോ നിലമാണോ എന്ന്. ഇനി നമുക്ക് നമ്മുടെ സ്ഥലം പാടമാണെങ്കിൽ അതൊരു പുരയിടമാക്കി മാറ്റാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കിപ്പോൾ എന്തായാലും തോന്നി കാണത്തില്ലേ. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാടമാണെങ്കിൽ നമുക്ക് തിരുത്താൻ സാധ്യമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, സർക്കാരാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ നമ്മുടെ സ്ഥലം പുരയിടമാണ് എങ്കിൽ ഒരു ക്ലറിക്കൽ എറർ കൊണ്ട് അത് പാടമെന്ന BTRൽ കിടക്കുകയാണെങ്കിൽ മാത്രം നമുക്കിതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് തിരുത്താൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ വില്ലേജ് ഓഫീസിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു അപേക്ഷ നൽകുന്നു. ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് നേരെ താലൂക്ക് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ട്രിവാൻഡ്രത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇത് നോക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള ഒരു രേഖയുണ്ട്. ഈ ഓൾഡ് സെറ്റിൽമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ BTR തയ്യാറാക്കുമ്പോൾ സർക്കാർ നോക്കി എഴുതുന്ന ആ രേഖ, അത് നോക്കിയാണ് BTR തയ്യാറാക്കുന്നത്. ആ രേഖയാണ് നമ്മൾ ഓൾഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് നോക്കിയാണ് നമ്മുടെ പുരയിടമാണെങ്കിൽ നമുക്ക് പുരയിടമാക്കി മാറ്റി കിട്ടുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനൊരു 4 മാസത്തോളം സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇതിൻ്റെ രേഖകളുടെ ആവശ്യകത എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നല്ലൊരു സ്ഥലം വാങ്ങുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രിലിമിനറി കാര്യം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു ഇൻഫർമേഷനുള്ള വീഡിയോ ആയി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതുവരെ ബൈ, ടേക്ക് കെയർ.